ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ മീറ്റർ ബോക്സിൽ പക്ഷി കൂട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കണ്ണൊക്കെ തുറന്ന് ചിറകൊക്കെ വന്ന് പറക്കാനൊന്നും ആയിട്ടില്ല. നമുക്ക് വീഡിയോ പക്ഷിക്കുട്ടിയെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോഴത്തെ മീറ്റർ ബോക്സിലാണ് പക്ഷി കൂട് കിട്ടിയത്. പക്ഷെ അതിന് മുന്നേ ഇതിൽ കൂട് കെട്ടാൻ ശ്രമിച്ചിട്ടുണ്ടായി. അതിൻ്റെ തെളിവ് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് നമ്മൾ എന്താ പറയുക, പായൽ ഇതെല്ലാം പൂപ്പലെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ചൂലിൻ്റെ കുറച്ച് ഭാഗം, പിന്നെ ചേരി സംഭവങ്ങളൊക്കെ ആക്കി. പക്ഷെ ഇതിൽ നിന്ന് അവന് ഷോക്ക് അടിച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇതങ്ങോട്ടങ്ങനെ ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് അങ്ങ് കൂടുകൂട്ടി. നല്ല സൂപ്പർ തന്നെ. നമ്മൾ ഷോക്ക് അടിക്കുകയെന്ന് അറിയില്ല, പക്ഷെ എന്നാലും നോക്കാം. നോക്കൂ, നമ്മൾ 4 മക്കളെ നോക്കൂ. മീറ്റർ ബോക്സാ, കൈയെല്ലാം കൊണ്ടൊക്കെ വെച്ചിട്ട് മരിക്കണ്ട. നമ്മളെ ചെറിയ കുട്ടികളാണ്. നമ്മൾ അതിൻ്റെ കളറ്, ഇതിൻ്റെ കളർ എന്താ, വെള്ളയും കറുപ്പും കൂടിയിട്ട്. കാക്കക്കുട്ടിയല്ല ഇത്. ഏതാ പക്ഷി എന്നല്ല, അതിൻ്റെ അമ്മ പക്ഷി ഇവിടെ എവിടെയും ഉണ്ട്. അത് ഫുഡ് കൊടുക്കാൻ വേണ്ടി എവിടെ പോയിട്ടുള്ള. പറക്കാനൊന്നും ആയിട്ടില്ല, കുറച്ച് ദിവസം എടുക്കുമായിരിക്കും. പക്ഷേ ഇതിന് ഫുഡ് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പം വരും. അപ്പം നമുക്കിത് മെല്ലെ ഞാൻ എടുക്കാം. കയ്യിലിട്ട് കഴിഞ്ഞപ്പോൾ ഷോക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കയ്യിൽ പക്ഷി ഉണ്ടാവില്ല, ഞാനും ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇനി ഇത് ഇച്ചിരി കൂടി ഒന്ന് വലുതായിട്ട് നമുക്ക് നോക്കാം. ഇച്ചിരി കൂടി വലുതായി 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി നോക്കാം. ഇതിനെന്തൊക്കെ മാറ്റങ്ങളുണ്ട് നമുക്ക് നോക്കാം. പക്ഷി കൂട് വെച്ചത് അതിൻ്റെ അറ്റത്താണ്. അപ്പോൾ എന്താണ്, അത് ഇങ്ങോട്ടേക്ക് ചെരിഞ്ഞ പോലെയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് കുട്ടീനെ കുറച്ചും കൂടി അങ്ങോട്ടേക്ക് എടുത്ത് മാറ്റിയതാണ്. അതിൻ്റെ അമ്മ പക്ഷി കൂട്ടിലുണ്ടായിട്ടില്ല. അതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടാണ് ഉണ്ടായത്. അപ്പോൾ എന്ന് വെച്ചാൽ അത് ഒരു പക്ഷി ഇങ്ങനെ ചെറുതായിട്ടൊരു ചെറുകൊക്കെ വന്നിട്ട് കാണുന്നുണ്ട്. ഇന്ന് മോൾ അരങ്ങേറ്റ ദിവസമായിരുന്നേ. താജ് ഓഡിറ്റോറിയം 3 പേരിലായിരുന്നേ. അപ്പോൾ എന്ന് വെച്ചാൽ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രൂട്ട്സാണ് കൊടുത്തു വിടുന്നത്. പിന്നെ പഴം, ചെറിയ പഴം, വത്തക്ക, പിന്നെ കക്കരിക്ക ചെറുതായി മുറിച്ചിട്ടിട്ട് കുറച്ച് എന്താ പറയുക, കുറച്ച് ഉപ്പും ചെറുനാരങ്ങയും പിഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് ഇഷ്ടം അതായിരുന്നു അവൾക്ക്. പിന്നെ അതുമാത്രമല്ല, പിന്നെ ചെറുനാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതും കൊണ്ടുപോകുന്നുണ്ട്. മോളെ രാവിലെ കൊണ്ടാക്കിയിട്ട് ഞാനിപ്പം ഒരു ഉച്ച സമയത്താണ് അവളുടെ അടുത്തേക്ക് പോകുന്നത്. ഞാൻ അവിടെ എത്തുമ്പോൾ തന്നെ മോളെ മേക്കപ്പിൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. കുറേ കുട്ടികളുണ്ടായി മേക്കപ്പിന്. അപ്പം അവർ കുറേ മുന്നേ എന്നെ വിളിച്ചായിരുന്നു മോളെ കാണാത്തതുകൊണ്ട്. അപ്പം മോളെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവിടെ നിന്ന് കുറേ കുട്ടികളെ മുടിയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നേ. അപ്പം മോളെ ഇനിയിപ്പോൾ മാല കാര്യങ്ങളൊക്കെ ഇടുവാണ് ഇവിടുന്ന്. അപ്പോൾ ഫൈനലി അവളിപ്പോൾ ഓക്കെ ആയി, അവൾ റെഡി ആയിരിക്കുകയാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പം നമുക്കിതിൻ്റെ ബാക്കി അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ അപ്പോൾ